റീസെൻ്റായിട്ട് നമ്മുടെ മാർവലിൻ്റെ ഭാഗത്ത് നിന്ന് ലീക്കായിട്ടുള്ള കുറച്ച് ഡൂംസ്ഡേനെ കുറിച്ചുള്ള കുറച്ച് കൺസെപ്റ്റ് ആർട്ടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ നമ്മുടെ ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഇട്ടിട്ടുമുണ്ട്. അതിൽ മെയിനായിട്ട് കാണിച്ചിരിക്കുന്നത് തന്നെ നമ്മുടെ ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ആയതിനു ശേഷം നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ അവസ്ഥയാണ്. ഇനി എന്താണ് ഈ ബാറ്റിൽ വേൾഡ്, എവിടെ ആയിരിക്കാം ഡൂംസ്ഡേയിൽ നമ്മുടെ ഈ ബാറ്റിൽ വേൾഡ് വരാൻ പോകുന്നതെന്നൊക്കെ ഉള്ള ഒരു ജസ്റ്റ് തിയറീസ് ഉണ്ട്. അത് മാത്രമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇനി സീക്രട്ട് വാർസിൽ ഈ ബാറ്റിൽ വേൾഡ് എങ്ങനെ ക്രിയേറ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിയോണ്ടേഴ്സിനെ കൊന്നതിന് ശേഷവും 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഡോക്ടർ ഡൂമും ഡോക്ടർ സ്ട്രേഞ്ചും ചേർന്നാണ് ബിയോണ്ടേഴ്സിനെ തപ്പിപ്പോകുന്നത്. എന്നിട്ട് ബിയോണ്ടേഴ്സിനെ കൊന്നതിന് ശേഷം അവരുടെ പവേഴ്സ് ഇവരിൽ ഒരാൾക്ക് വേണമെങ്കിൽ അബ്സോർബ് ചെയ്യാം. പക്ഷേ ഇത്രയും പവേഴ്സ് വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ഓഫ് കോഴ്സ് അത് നിരസിക്കും. അങ്ങനെ ഡോക്ടർ ഡൂം അത് അബ്സോർബ് ചെയ്യും. അങ്ങനെയാണ് പുള്ളി ഗോഡ് എംപറർ ഡൂമായിട്ട് മാറുന്നത്. അപ്പോൾ ഓൾറെഡി ഇൻക്വേഷനൊക്കെ നടന്നിട്ട് മൊത്തം മൾട്ടിവേഴ്സ് തന്നെ നശിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ആ നശിച്ചതിന് പല യൂണിവേഴ്സുകളുടെ ചില ഭാഗങ്ങൾ മാത്രം എസ്കേപ്പ് ആയിട്ടുണ്ടാവും. അങ്ങനെ എസ്കേപ്പ് ആയിട്ടുള്ള മൊത്തം യൂണിവേഴ്സുകളുടെയും ബാക്കിയുള്ള യൂണിവേഴ്സുകളുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൂട്ടിച്ചേർത്തിട്ട് നമ്മുടെ ഡോക്ടർ ഡൂം പുതിയൊരു എർത്ത് പോലെ പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യും. ഒരൊറ്റ വേൾഡ്. അതാണ് ഈ ബാറ്റിൽ വേൾഡ്. അതായത് ആ ഒരൊറ്റ വേൾഡിൽ തന്നെ പല മൾട്ടിവേഴ്സിൻ്റെ പല ഭാഗങ്ങളുണ്ടാവും. അതായത് ഒരു യൂണിവേഴ്സിലത്തെ മാത്രം ആൾക്കാരല്ല, പല യൂണിവേഴ്സിലെ പല ക്യാരക്ടേഴ്സ് നമ്മുടെ ഹീറോസിൻ്റെ തന്നെ പല വേർഷൻസ് സെയിം ടൈം ആ ഒരൊറ്റ യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യും. ഇതാണ് കോമിക്സിലെ കഥ. ഇനി ചിലപ്പോൾ അത് ഡൂംസ്ഡേയിലേക്ക് വരുമ്പോൾ ഈ ബാറ്റിൽ വേൾഡ് നമ്മുടെ ഡൂം ക്രിയേറ്റ് ചെയ്യുമോയെന്നറിയില്ല. ഒരു പക്ഷേ നമ്മുടെ വോയിഡിൽ ഇത് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓഫ് കോഴ്സ് വോയിഡ് എന്ന് പറയുന്നത് തന്നെ ദ എൻഡ് ഓഫ് ടൈമാണ്. അതായത് അവിടെ ടൈം എന്ന് പറയുന്ന സാധനമേ ഇല്ല. മൊത്തം മൾട്ടിവേഴ്സുകളിൽ നിന്ന് തന്നെ പ്രൂണാക്കുന്നതും ഒഴിവാക്കുന്നതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ വന്ന് വീഴുന്ന ഒരു ജങ്ക്യാർഡ് പോലത്തെ ഒരു സ്ഥലമാണ് വോയിഡ്. അതിനൊരു ലിമിറ്റില്ല. ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിലേക്ക് നമ്മുടെ ജോണി സ്റ്റോമും നമ്മുടെ വൂൾവറിനും ഡെഡ്പൂളൊക്കെ വരുന്നത്. അപ്പോൾ ആ ടൈമിൽ അത് നമ്മുടെ കെസാൻഡ്ര നോവയുടെ കൺട്രോളിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ഇപ്പോൾ പറയുന്നൊരു തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൊത്തം ബാറ്റിൽ വേൾഡ് തന്നെ നടക്കാൻ പോകുന്നത് ആ വോയിഡിലായിരിക്കും. അതായത് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്സിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഓൾറെഡി ഇൻക്വേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് ഓരോരോ യൂണിവേഴ്സുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് ഓരോന്ന് നശിക്കാൻ തുടങ്ങി കഴിഞ്ഞു. സോ അതെന്തായാലും ഇനി തടുക്കാൻ പറ്റുന്ന ഒന്നായിരിക്കില്ല. അങ്ങനെ മൊത്തം മൾട്ടിവേഴ്സ് ഒരുപക്ഷെ നശിച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എസ്കേപ്പായിട്ട് ഒരുപക്ഷെ അതിൽ നിന്ന് എസ്കേപ്പ് ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ റീഡ് റിച്ചേർഡ്സ്, അതായത് മൾട്ടിവേഴ്സിലെ ഒരു റീഡ് റിച്ചേർഡ്സ് പ്രൂൺ ചെയ്യുന്ന വോയിഡ് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ എനിക്ക് പുള്ളി ജോണി സ്റ്റോമിനെയൊക്കെ ആ വോയിഡിലേക്ക് ആക്കിയത് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൽ. അങ്ങനെ നമ്മുടെ ഹീറോസ് ഇങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് അവരുടെ എർത്ത് നശിക്കാൻ പോകണമെന്ന് മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ള സർവൈവേഴ്സ് ചിലപ്പോൾ വോയിഡിലേക്ക് പ്രൂണായി വരുന്ന പോലെ കാണിക്കാം. അങ്ങനെ ഡോക്ടർ ഡൂമും ഉണ്ടാവും. അങ്ങനെ ആ ഡോക്ടർ ഡൂമായിരിക്കും ചിലപ്പോൾ ആ മൊത്തം വോയിഡിനെ തന്നെ കൺട്രോൾ വെച്ചിട്ടുള്ള ഒരാൾ. ഓഫ് കോഴ്സ് കസാൻഡ്ര നോവയ്ക്ക് അത് മൊത്തം കൺട്രോൾ വെക്കാമെങ്കിൽ അത്രയും സൂപ്പർ ഓവർ പവർഡ് ആയിട്ടുള്ള ഡോക്ടർ ഡൂമിന് എന്തുകൊണ്ടത് ചെയ്തുകൂടാ? പിന്നെ ഡോക്ടർ ഡൂമിൻ്റെ പവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതിന് മുമ്പുള്ള ഫാന്റാസ്റ്റിക് ഫോറിൽ കണ്ടിട്ടുള്ള പോലത്തെ പവേഴ്സ് ഒന്നുമല്ല. പുള്ളി ഒരു സോസറർ സുപ്രീമാണ്. അതായത് ഡോക്ടർ സ്ട്രേഞ്ചിനേക്കാളും പവർഫുള്ളാണ് ഡോക്ടർ ഡൂം. പിന്നെ RDJനെ പോലുള്ള ഒരു കാസ്റ്റിലുള്ള ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ആ ക്യാരക്ടറിനും അത്രമാത്രം പവർഫുൾ ആയിരിക്കണമല്ലോ. സോ ഒരു പക്ഷേ മൊത്തം മൾട്ടിവേഴ്സും പ്രൂണായതിന് ശേഷം നശിച്ചതിന് ശേഷം സർവൈവേഴ്സൊക്കെ ചിലപ്പോൾ നമ്മുടെ വോയിഡിൽ എത്തിപ്പെടാം. എന്നിട്ട് വോയിഡിലായിരിക്കും മൊത്തം ബാറ്റിൽ വേൾഡ് നടക്കുന്ന പോലെയോ അല്ലെങ്കിൽ പുതിയ യൂണിവേഴ്സ് എങ്ങനെ റീക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ ഹീറോസ് കണ്ടുപിടിക്കുന്ന പോലെയും വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ വോയിഡ് തന്നെ ഇനി അടുത്ത യൂണിവേഴ്സ് ഇനി അങ്ങോട്ടുള്ള സാഗയുടെ ഭാഗമായിട്ട് മാറിയെന്നും വരാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എക്സ്മെൻസിൻ്റെ അടുത്ത മ്യൂട്ടൻസ് സാഗയൊക്കെ ഒരുമിച്ച് നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ കൂടെ കിട്ടത്തുള്ളൂ. എങ്കിൽ മാത്രമേ ഒറ്റയടിക്ക് എല്ലാവരും നമ്മുടെ യൂണിവേഴ്സിലേക്ക് വന്നെന്ന് ചിലപ്പോൾ പറയാൻ പറ്റുള്ളൂ. കോമിക്സിൽ ഈ വേൾഡൊക്കെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് മോളിക്യൂൾ മാനെ വെച്ചിട്ടാണ്. ഇതിൽ മോളിക്യൂൾ മാനെ പോലെയൊന്നും നമ്മുടെ MCUയിൽ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറിനെ ഇത്ര പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഡോക്ടർ ഡൂമിനെ എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്ത് വളരെ നേരത്തെ ആയിപ്പോയി. ഇനി ആർക്കറിയാം ഇവന്മാർ എന്തൊക്കെയാണ് ഒപ്പിച്ച് വെക്കാൻ പോകുന്നത്. എന്തൊക്കെയാണെങ്കിലും നമുക്കത് കണ്ടു തന്നെ അറിയാം.